ഞാൻ നേരത്തെ ചേച്ചി കളിക്കാൻ വിളിച്ചപ്പോ ദേഷ്യം പോലെ കാണിച്ചു. അമ്മ ചായ കുടിക്കാൻ വിളിച്ചപ്പോഴും ദേഷ്യം കാണിച്ചു. ചേച്ചിക്ക് എന്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണ്. പക്ഷെ അപ്പോഴത്തെ ഇതില് ചേച്ചിക്ക് എന്നോട് വിഷമം തോന്നരുത്. ചേച്ചിയുടെ വിഷമം അവിടെ നിൽക്കട്ടെ, മോളുടെ വിഷമം എന്താന്ന് പറ. ഒളിക്കാൻ ശ്രമിക്കണ്ട, അതറിഞ്ഞിട്ടേ ഞാൻ പോവും. സാറ് എന്നോട് ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ പറയുമ്പോ അതെനിക്കൊരു വലിയ ആവേശമാ സാറേ. ദാ ഇപ്പൊ തന്നെ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോഴാ സാറ് വിളിച്ചത്. പുതിയ മരുമകളോടൊക്കെ എന്റെ അന്വേഷണം പറയണം. ഉറപ്പായിട്ടും പറയും സാറേ. നമ്മള് തമ്മിൽ ഒറ്റ കാര്യത്തിനാ വഴക്ക്. എന്തിനാന്നറിയോ സാറേ, ആ മോളുടെ തറവാടൊക്കെ വലുതാന്ന് പറഞ്ഞ അപ്പോഴേക്കും ദേഷ്യം വരും. എളിമയുള്ളൊരു പാവ മോളാ. ഇതുപോലൊരു മോളെ കിട്ടിയത് എന്റെ കഴിഞ്ഞ ജന്മത്തിലെ പുണ്യ. 100 ആയിസ മോളെ കുറിച്ച് പറഞ്ഞു തീർന്നിട്ടില്ല, അപ്പോഴേക്കും മോളെത്തി. ഓക്കെ സുധാമണി, അപ്പൊ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരാം. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ശരി സാറേ, ഗുഡ് നൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ, വിശ്വനാഥൻ സാറ് വളരെ നല്ല ആളാ. കൊറേ നാളായിട്ട് എന്റെ പഠനം ഇത്തിരി ഒന്ന് ഉഴപ്പായിരുന്നു. അതുകൊണ്ട് നന്നായി പഠിക്കണം എന്ന് പറയായിരുന്നു സാർ. ഇന്ന് മുതൽ ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങാം. എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഹലോ, ഞാനിപ്പോ നിന്റെ ഫോണിൽ ഒരു ലൊക്കേഷൻ അയക്കും. നാളെ രാവിലെ 10 മണിക്ക് നീ അവിടെ എത്തണം. സൂരജ് പ്ലീസ്. സംസാരം വേണ്ട. നാളെ 10 മണി വരാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മിച്ച് വേണം മറുപടി തരാൻ. വരാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ വരാം. മിടുക്കി. ഇതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ലൊക്കേഷൻ പറയുമ്പോ എവിടെയാ? അന്ന് നീ വന്നില്ലേ എന്റെ അച്ഛന്റെ ഗസ്റ്റ് ഹൗസിൽ, അവിടെ തന്നെയാ. എന്തായാലും ലൊക്കേഷൻ ഇട്ടേക്കാം, വഴി തെറ്റണ്ട. അപ്പൊ നാളെ. ശരി. അല്ല, നീ ഇതുവരെ റെഡി ആയില്ലേ? മണി എത്രയായി നോക്ക്. എന്താണെന്നറിയില്ല, നല്ല തലവേദന. ഞാനിന്ന് ലീവ് എടുത്താലോന്ന് ആലോചിക്കാം. തലവേദനയോ? എന്തൊരിടോ? ഡോക്ടറെ കാണണോ? ആഹാ, ഇത്രയും കരുതലുള്ള ഭർത്താവിനെ കിട്ടിയല്ലോ. ഭാര്യയ്ക്കൊരു തലവേദന വന്നാ പോലും ടെൻഷനാവുന്ന ഭർത്താവ്. എന്റെ ബാലു, ഇതൊരു ചെറിയ തലവേദന. കുറച്ചു നേരം കഴിയുമ്പോ താനെ മാറിക്കോളൂ. ശരി, എന്നാലും താൻ കൂടെ ഇല്ലാതെ ഒരു രസവുമില്ലടോ. ഓഫീസിലേക്ക് തന്നോടൊപ്പം ഒരുമിച്ച് കയറി ചെല്ലുന്നത് ഒരു ത്രില്ല. ഓഫീസിലെ ഞാൻ ടീം ലീഡറാ. ലീഡർ വരാതിരിക്കുമ്പോ എല്ലാരും സന്തോഷിക്കാ ചെയ്യാറുള്ളത്. താമസിക്കണ്ട, ബാലു ഇറങ്ങിക്കോ. ഞാൻ ലീവ് പറഞ്ഞേക്കാം. ഓക്കേ, ഞാൻ ലീവ് ലെറ്റർ അങ്ങ് പാസ്സാക്കട്ടെ. ബാലു, അമ്മേ, ഞാൻ റെഡി. നശിപ്പിച്ചു. കാണാവേ. പിടിച്ചോ. കൊള്ളാം. അപ്പോ അപർണ ഓഫീസിലുണ്ടെങ്കിലേ അമ്മ ഫുഡ് അങ്ങോട്ട് കൊണ്ട് എത്തിക്കുമല്ലേ? അതങ്ങനെ തന്നെയാ. നീ ചെല്ലടാ, സമയായില്ലേ? മീനാക്ഷി പോയോ? മീനാക്ഷി നേരത്തെ പോയി. അമ്മേ, അറിയാലോ അപ്പൂന് തലവേദനയാ. എനിക്കറിയാം, നീ ചെല്ല്. എനിക്കറിയാം എന്റെ മരുമോളെ നോക്കാൻ. മരുമോളോ? അല്ല, മോള്. ശരിയമ്മ, ബൈ.
എത്തിയോ? ഇല്ല, വരാറായി. ഞാൻ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ക്യാമറ കൃത്യമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കണം. ഈ വീഡിയോ കൂടി സെറ്റായാൽ അവളും അവളുടെ ഫാമിലിയും ഞാൻ പറയുന്നിടത്ത് നിൽക്കും. അതിനുശേഷം വേണം അവളുടെ ചേട്ടന്മാരെ എനിക്കൊന്ന് കാണാൻ. നീ ഫോൺ വെച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചോ. കെയർഫുൾ ആയിരിക്കണേ. ഓക്കെ. അവൾ വന്നോണ്ടിരിക്കുകയായിരിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ. ഹലോ, എവിടെ എത്തി? വന്നുകൊണ്ടിരിക്കുക, ഉടനെ എത്തും. ഓക്കെ ഓക്കെ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല. വാ മീനാക്ഷി. ഇങ്ങോട്ടിരിക്കും മീനാക്ഷി. എന്താ മീനാക്ഷി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? റിലാക്സ് ചെയ്യേ, ബി കൂൾ. ഇരിക്കേ. കഴിക്ക്. ഒന്നും വേണ്ട സൂരജ്. എന്താ മീനാക്ഷി ഇത്? ഇയാൾ എന്തിനാ പേടിക്കുന്നേ? ഈ ഗസ്റ്റ് ഹൗസ് ഞങ്ങളുടെ സ്വന്തം. കുറെ കാലമായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. മീനാക്ഷി, നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചിരുന്നാലേ അതിലൊരു രസമില്ല. സൂരജ്, എനിക്ക് പോണം പ്ലീസ്. ഞാൻ പോട്ടെ. താൻ ഇങ്ങനെ കിടന്ന് വിറയ്ക്കാതെ. ഞാൻ കടുവയോ സിംഹമോ ഒന്നുമല്ല. നമുക്കിങ്ങനെ സംസാരിച്ചിരുന്ന് കുറച്ച് റിലാക്സ് ചെയ്ത് വൈകുന്നേരം ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാം. ആരും ഇവിടേക്ക് വരില്ല. പ്ലീസ് സൂരജ്, ഞാൻ പോട്ടെ. സൂരജ് ഭീഷണിപ്പെടുത്തിയത് പേടിച്ച് വന്നതാ. ഇനി ഞാൻ പോട്ടെ സൂരജ്, എന്നെ വിട്ടേക്ക്. എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? ഈ ഗസ്റ്റ് ഹൗസ് ഒരുക്കാനൊക്കെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ഞാൻ കഷ്ടപ്പെട്ടതിന് അതിനൊരു പ്രതിഫലം വേണ്ടേ മീനാക്ഷി കുട്ടി? സൂരജ് പ്ലീസ്, ഞാൻ ഒച്ച വെക്കും. എന്നെ ഉപദ്രവിക്കരുത്. നിന്റെ ചേട്ടന്മാർ എന്നെ ഉപദ്രവിച്ചപ്പോ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. നോക്ക്, ഇനി നീ ഇവിടുന്ന് എപ്പോൾ ഏതവസ്ഥയിൽ പോണോന്ന് ഞാൻ തീരുമാനിക്കും. സൂരജ് വേണ്ട, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ആദ്യം നീ എന്നോട് ഇങ്ങോട്ടൊരു ദയവ് കാണിക്ക്, അപ്പൊ ഞാൻ അങ്ങോട്ടും ദയവ് കാണിക്കാം. ഒച്ചയൊന്നും വയ്ക്കാതെ നീ നല്ല കുട്ടിയാവ്. വിട്. വിട്.
ഓടിയാലും ഓട്ടോ ഒക്കെ ഈ മുറിക്കകത്ത് തീരും. സൂരജ് പ്ലീസ് എന്നെ ഒന്ന് വിട് വിട് വിട്. നിർത്തടി. കുറെ നേരമായല്ലോ. പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് നീ കിടന്ന് ചിലയ്ക്കുന്നു. ഞാൻ വിചാരിച്ചത് നടന്നിട്ടേ നീ ഇവിടുന്ന് പുറത്തു പോവും. ഭക്ഷണം കൊണ്ടുവന്നതാ. ഇവിടെ മിണ്ടാതെ നിന്നോണം. ബഹളം വച്ച് സൂചന വല്ലതും കൊടുത്താ നിന്റെ ശവമായിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. സുരവിത്തെ പിന്നെ എന്റെ മീനാക്ഷി നീ ഉപദ്രവിക്കോ? ഇങ്ങോട്ട് നിക്കണം, ഞാൻ പറഞ്ഞതല്ലേ. ഞാനിന്ന് കൊല്ലും എന്റെ മോളെ. ഇവൻ എന്ത് വിചാരിച്ചട നീ? പണത്തിന്റെ കൊഴുപ്പോണ്ട് നിനക്കൊക്കെ എന്തോ ആവാന്നോ? പറയടാ പറയടാ. അപർണേജി പറ്റിയില്ലല്ലോ ചേച്ചി. സാറേ, ഇവളെ എന്നെ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇവളുടെ നിർബന്ധ പ്രകാരം ഞാൻ അവളെ ഇവിടേക്ക് വിളിച്ചത്. പാവപ്പെട്ട പെമ്പിളരെ നശിപ്പിക്കാൻ നോക്കിട്ട് ആ കൊച്ചിനെ തലയിൽ വെക്കുന്നോടാ റാസ്കൽ. എവന്റെ മൂളി ശ്രദ്ധി. അടങ്ങി നിൽക്കടാ. സാർ, 2 മൊബൈൽ ക്യാമറ കിട്ടിയിട്ടുണ്ട്. ഇത് തൊണ്ടിയാ. യവൻ പറഞ്ഞതെല്ലാം അതിനകത്തുണ്ടാവും. ഇവനെ ജയിലിലാക്കി ഇവനുള്ള ശിക്ഷയും ഞാൻ വാങ്ങിക്കൊടുക്കും. നിങ്ങൾ കൃത്യമായി ഇടപെട്ട് കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചതുകൊണ്ടാ വിചാരിച്ചതുപോലെ ഇവനെ കൊടുക്കാൻ പറ്റിയത്. സത്യത്തിൽ ഇവൻ കാരണം മീനാക്ഷി ആത്മഹത്യ ചെയ്യാനിരുന്നതാ. പക്ഷേ ഒടുവിൽ എന്നോട് നടന്നതെല്ലാം തുറന്നു പറയാൻ മീനാക്ഷി ധൈര്യം കാണിച്ചു. അറിഞ്ഞപ്പോ തന്നെ ഞാൻ എല്ലാം അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ സാറിനെ അറിയിച്ചത്. പല പെൺകുട്ടികളും ഇത്തരം അവസ്ഥകൾ വീട്ടുകാരെയും മറ്റുള്ളവരെയും അറിയിക്കാൻ മടിക്കും. ഇവന്മാരെ പോലുള്ളവര് ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും അവർ ആത്മഹത്യ ചെയ്യുന്നത്. അവസാനം ന്യൂസിൽ പ്രണയ നൈരാശ്യമാണെന്ന് വാർത്ത വരും. അവിടെയും പെണ്ണായിരിക്കും കുറ്റക്കാരി. മോള് പേടിക്കണ്ട കേട്ടോ. ഇനിയും ഇത്തരം ചതികളിൽ ചെന്ന് വീഴരുത്. കുഴപ്പക്കാരാണെന്ന് തോന്നിയ അപ്പോഴേ പോലീസിനെ അറിയിക്കണം. ഇറങ്ങടാ. മോളെ, ഇവിടെ നടന്നതൊക്കെ മറന്നേക്കണം. ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇത് നമുക്ക് ബാലുവിനെ സാഗറിനെ അറിയിക്കണം. എന്ത്? സൂരജിനെ അറസ്റ്റ് ചെയ്തെന്നോ? സ്റ്റേഷനിലാണോ? ഓഹോ, ആ സുധാമണിയാണോ ഇതിന്റെ പുറകില? താൻ ഫോൺ വെച്ചോ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. തോലയ്ക്ക് ഞാൻ ആ കുടുംബം ഞാൻ ഇല്ലാതാക്കും. മോളെ,
ഹാപ്പി അല്ലേ? അതേ വർണ്ണേച്ചി, 100% ഹാപ്പിയാ. എന്റെ മനസ്സിന്റെ ഭാരം ഇറങ്ങിപ്പോയതുപോലെ. അമ്മേ എന്താ സംഭവിച്ച? ഹാ, സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നല്ല വെടിപ്പായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവനെ ചവിട്ടി കൂട്ടിയോ? എനിക്ക് അതറിഞ്ഞാ മതി. അപർണേ, അമ്മേ നടന്നതൊക്കെ വ്യക്തമായിട്ടൊന്ന് പറ. എല്ലാം കേട്ടിട്ട് വേണം നമുക്ക് ആ സൂരജിന്റെ വീട്ടിലോട്ടൊന്ന് പോവാൻ. മക്കളെ, ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തു. നമ്മളെന്നല്ല, ദാ എന്റെ മോള് ചെയ്തു എന്ന് പറയുന്നതാ ശരി. മീനാക്ഷി സ്കൂളിൽ നിന്ന് വിഷമിച്ചിരിക്കുന്നത് കണ്ടത് മുതൽ അപർണ മോള് മീനാക്ഷിന്റെ പുറകെയായിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, നമ്മള് രണ്ടാളും കൂടി തീരുമാനിച്ചതാ ഇത് നമ്മൾ തന്നെ അങ്ങ് കൈകാര്യം ചെയ്യാന്ന്. ഒരിക്കൽ ഞങ്ങൾ അവനെ ഒന്ന് കൈകാര്യം ചെയ്തതാ, അവൻ അതുകൊണ്ടും പഠിച്ചില്ല. അവൻ ഇതുകൊണ്ടും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശല്യം ഉണ്ടായാ പറയാൻ മടിക്കരുതേ മീനു. ഇനി ഏത് കാര്യവും മീനാക്ഷി ആദ്യം അറിയിക്കുന്നത് എന്നെ ആയിരിക്കും. മീനാക്ഷി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സൂരജും അവന്റെ അച്ഛൻ പ്രമോദും രണ്ടും കുഴപ്പക്കാരാ, നമ്മൾ സൂക്ഷിക്കണം. ഓ പിന്നെ കുഴപ്പക്കാര് ഇങ്ങോട്ട് വരട്ടെ കുഴപ്പം കാണിക്കേ. അതൊക്കെ ഇരിക്കട്ടെ, ഇത്രയും കുഴപ്പം പിടിച്ച അവസ്ഥ നേരിടാൻ അമ്മയ്ക്ക് പേടിയില്ലായിരുന്നോ? എനക്കെന്ത് പേടിയാ? എന്റെ പൊന്നു മോള് കൂടെ ഉണ്ടായിരുന്നില്ലേ, പിന്നെ ആരെയാടാ പേടിക്കണ്ടേ? നിനക്കോ? എനിക്കെന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ഞാനെന്തിനു പേടിക്കണം? എന്റെ വലിയ ശക്തിയാണ് അമ്മ. സുധാമണി അമ്മ സൂപ്പറാ. എന്റെ മോളാ സൂപ്പർ. മഹേഷ്, ആ, ഞങ്ങള് നാളെ അപർണയെ ഒന്ന് കാണാൻ പോവാ. അവൾ നമ്മുടെ മകളാണെങ്കിലും ഇപ്പൊ അവൾ അവളുടെ ജീവിതം ജീവിക്കുക. വല്ലപ്പോഴും ഒരിക്കൽ അങ്ങോട്ട് പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളവിടെ പോയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. 2 ദിവസമല്ല, 2 മണിക്കൂറായാലും എനിക്ക് പോണം. എനിക്ക് എന്റെ മോളെ കാണണം. നീ അവളെ സമാധാനം ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? മഹേഷ് എന്താ പറഞ്ഞത്? എന്റെ മോളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നോ? ദേ മഹേഷ്, അവളെ നൊന്ത് പ്രസവിച്ച അമ്മയാ ഞാൻ. നൊന്ത് പ്രസവിച്ച അമ്മയായതുകൊണ്ട് അവളെ നോയിക്കാൻ ലൈസൻസ് ഉണ്ടെന്നാണോ? മഹേഷ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. യാമിനി, നീ ഇരിക്കാനാ പറഞ്ഞത്. നിനക്ക് എന്തു പറ്റിയടാ മഹേഷേ? ഓരോന്ന് പറഞ്ഞ് നീ എന്തിനാ ഇവളെ വിഷമിപ്പിക്കുന്നേ? അതും ആഹാരം കഴിക്കുമ്പോ. അളിയ, അവളുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഞങ്ങള്. സന്ദീപ് കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഛെ, മഹേഷ്, വന്ന് ഭക്ഷണം കഴിക്ക. എനിക്ക് വേണ്ട. മഹേഷ് വന്നേ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാണിക്കണ്ട. മഹേഷ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനും ഒരു വക കഴിക്കാൻ പോകുന്നില്ല. മഹേഷ്, എന്റെ ഒരവസ്ഥ എത്ര പറഞ്ഞാലും മഹേഷിന് മനസ്സിലാവില്ല. വഴക്ക് പറയുകയല്ല, കൂടെ നിൽക്കുക വേണ്ടത്. നാളെ ഞങ്ങൾ ഒന്ന് പോയിട്ട് വരട്ടെ. നിങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ശരി, പോയിട്ട് വാ.